കേരളത്തിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല കുറ്റകൃത്യങ്ങളുടെയും വേരുകൾ ചെന്നെത്തുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കാണ്. തിരുവനന്തപുരത്ത് 18-കാരൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ വിശ്വാസത്തിലെടുത്ത ശേഷമാണ് പ്രതി അതിക്രമം നടത്തിയത്. ഈ പശ്ചാത്തലത്തിൽ കുട്ടികൾ ഡിജിറ്റൽ ഇടങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും നമ്മൾ വിശദമായ ഒരു പുനർചിന്തനം നടത്തേണ്ടതുണ്ട്. തിരുവല്ലം കേസിൽ കണ്ടതുപോലെ പ്രതികൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളെയാണ് ഗ്രൂമിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചുകൊണ്ടാണ് തുടക്കം. കുട്ടികളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവരോട് സംസാരിക്കുന്നു. പിന്നീട് കുട്ടികളെ വീട്ടിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ലഭിക്കാത്ത പരിഗണനയും ശ്രദ്ധയും ഇവർ നൽകുന്നു. തങ്ങളെ മനസ്സിലാക്കുന്ന ഏക വ്യക്തി ഇയാളാണെന്ന ചിന്ത കുട്ടികളിൽ വളർത്തുന്നു. വിശ്വാസം നേടിയെടുത്തു കഴിഞ്ഞാൽ സമ്മാനങ്ങൾ നൽകാനെന്നോ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാനെന്നോ ഉള്ള വ്യാജേന കുട്ടികളെ നേരിൽ കാണാൻ പ്രേരിപ്പിക്കുകയും അത് ചൂഷണങ്ങളിൽ അവസാനിക്കുകയും ചെയ്യുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ച തടയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അത് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. കുട്ടികൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അത് മാതാപിതാക്കളോട് പറയാനുള്ള സാഹചര്യം വീട്ടിൽ ഉണ്ടാവണം. ഫോൺ ഉപയോഗിക്കുമ്പോൾ ആരെങ്കിലും അനാവശ്യമായ സന്ദേശങ്ങൾ അയച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ നൽകുമ്പോൾ അതിൽ കൃത്യമായ സമയം നിശ്ചയിക്കുക. രാത്രികാലങ്ങളിൽ തനിയെ ഇരുന്നുള്ള ഫോൺ ഉപയോഗം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എപ്പോഴും പ്രൈവറ്റ് ആക്കി വെക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. നേരിട്ട് അറിയാത്തവരുടെ റിക്വസ്റ്റുകൾ സ്വീകരിക്കാൻ അനുവദിക്കരുത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും ശക്തമായ നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ്, അതായത് പോസ്കോ. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും ഈ നിയമത്തിന് പരിധിയിൽ വരുന്നു. കുറ്റകൃത്യത്തിന്റെ തീവ്രത അനുസരിച്ച് കഠിന തടവും പിഴയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ജാമ്യം ലഭിക്കുന്നത് അതീവ ദുഷ്കരമാണ്. നേരിട്ടുള്ള പീഡനം മാത്രമല്ല, സോഷ്യൽ മീഡിയ വഴി സന്ദേശങ്ങൾ അയക്കുന്നതും കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ കൈമാറുന്നതും പോസ്കോ നിയമപ്രകാരം വലിയ കുറ്റമാണ്. തിരുവനന്തപുരത്തെ ഈ സംഭവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ജാഗ്രത എന്നതാണ്. സാങ്കേതികവിദ്യ എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാണോ അത്രത്തോളം തന്നെ അപകടകരവുമാണ്. കുട്ടികളെ ഫോണിന് മുന്നിൽ തനിച്ചാക്കാതെ അവരുടെ ലോകത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാകണം. ലഹരിക്കെതിരെയുള്ള പോരാട്ടം പോലെ തന്നെ പ്രധാനമാണ് സൈബർ സുരക്ഷാ ബോധവൽക്കരണവും. നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതമായ ഭാവിക്ക് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്.